എന്തൊക്കെ പറഞ്ഞാലും എത്ര വലിയ മതേതരമൊക്കെ വിളിച്ചു കൂവിയാലും ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മതപരമായിട്ടുള്ള അജണ്ടയോട് കൂടിയിട്ടുള്ള ഒരു പ്രണയം, മതപരിവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇത്തരം കേസുകൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്ന അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ പീനൽ കോഡിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിയെ നശിപ്പിച്ച് പിന്നെ പെൺകുട്ടിയുടെ ജീവിതം തീർത്ത ശേഷം പിന്നെ വേട്ടക്കാരൻ അവിടെ അവസാനിക്കും. പിന്നെ അടുത്ത ഇരയെ തേടി പോവുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷയോ അല്ലെങ്കിൽ നിയമത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തടയിടലോ ഒന്നും ഉണ്ടാകുന്നില്ല. പെൺകുട്ടിയുടെ ലൈഫ് നശിക്കുന്നു. പിന്നെ ആ വേട്ടക്കാരൻ പിന്നെ അടുത്ത ഇരയെ തേടിയാണ് പോകുന്നത്. അതിനൊരു അറുതി വരുത്തേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള മതപരമായ ലക്ഷ്യത്തോടെയുള്ള പ്രണയക്കണികൾ ഇവിടെ ശക്തമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ 30ഓളം കേസുകളിൽ ഈ എത്ര ഈ അത്തരം കേസുകളിലെ ഒരു പാറ്റേൺ അങ്ങയുടെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എങ്ങനെയാണ് ഈ മാതാപിതാക്കളിൽ നിന്നും ഈ പെൺകുട്ടികളെ അകറ്റി നിർത്തുന്നത്? പലപ്പോഴും ഒരു ഒരു ഹെൽത്തി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഹസ്ബൻഡിന്റെ വീട്ടുകാരുമായി, ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് പെൺകുട്ടിയുടെ വീട്ടുകാരും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ടോ? അതിൽ തന്നെ ഒരു നിഗൂഢത നമുക്ക് സംശയിക്കാൻ സാധിക്കില്ലേ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് അങ്ങേക്ക് മറുപടി പറയും. ഈ മാതാപിതാക്കളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് കൃത്യമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ബ്രെയിൻ വാഷിങ്ങിൽ കൂടിയാണ്. അതായത് യഥാർത്ഥത്തിലുള്ള ദൈവം നീ വിശ്വസിക്കുന്ന മതത്തിലല്ല, യഥാർത്ഥത്തിലുള്ള ദൈവം ഇസ്ലാമിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതിന് വളരെ വ്യക്തമായിട്ടുള്ള സിലബസ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്രിസ്ത്യനെ എങ്ങനെയാണ് യേശുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് മാറ്റേണ്ടത്, ഒരു ഹിന്ദുവിനെ എങ്ങനെയാണ് അവരുടെ ദൈവത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് മാറ്റേണ്ടത്, കൃത്യമായ സിലബസ് ഉണ്ട്. ഈ സിലബസ് അനുസരിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം ഇവർക്ക് കിട്ടുന്നുണ്ട്, മതപരിശീലനം കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ദൈവത്തിലേക്കുള്ള പാതയിൽ ആദ്യത്തെ 2 തടസ്സങ്ങൾ എന്റെ അമ്മയും എന്റെ അച്ഛനുമാണ്, എന്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നീ ആ 2 തടസ്സങ്ങളിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം എന്നുള്ളതാണ് ഈ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം. അതുകൊണ്ട് മാതാപിതാക്കൾ എത്ര കരഞ്ഞു കാല് പിടിച്ചാലും, എത്ര ഭീഷണിപ്പെടുത്തിയാലും, ദേഹോപദ്രവം ഏൽപ്പിച്ചാലും, എന്തു തന്നെ നിലപാടെടുത്താലും ഇതിനെല്ലാമുള്ള മറുമരുന്ന് വാക്സിനേഷൻ പോലെ ഈ കുട്ടിയുടെ മനസ്സിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. അതായത് മാതാപിതാക്കളിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ നീ പകുതി രക്ഷപ്പെട്ടു, പിന്നെ ബാക്കി ചില കാര്യങ്ങളുണ്ട്, ആരിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. ഇത് സിലബസ് ആണ്. ആ സിലബസിൽ കൂടി പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ കണ്ണീരിന് യാതൊരു വിലയുമില്ല, യാതൊരു വിലയില്ല. അതുപോലെ നമ്മൾ പറയുന്ന മറ്റ് യുക്തികളോ അതല്ലെങ്കിൽ ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളോ യാതൊരു വിലയില്ല. കാരണം ഞാൻ ഒരു കുട്ടിയെ രക്ഷിച്ചിട്ട് ആ കുട്ടി ഹിന്ദു കുട്ടിയാണ്, പാലായിലുള്ള കുട്ടിയാണ്. ആ കുട്ടി ഒരു ഞാനത് കൃത്യമായിട്ട് പറയുന്നില്ല, ബാക്കി വീട്ടുകാർക്ക് വിഷമം ഉണ്ടാകണ്ടല്ലോ, ഒരു സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകളാണ്. ഈ കുട്ടിയെ രക്ഷിച്ചിട്ട് ഈ കുട്ടിക്ക് ഈ തരത്തിലുള്ള വാക്സിനേഷൻ കിട്ടിയ കുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറുമരുന്ന് കൊടുക്കാൻ കഴിയുന്ന സംവിധാനമുള്ള കേന്ദ്രത്തിൽ ഞാൻ എത്തിച്ചു. ഏതാണ്ട് 2-3 മാസക്കാലം അവിടെ ആ കുട്ടി താമസിച്ചു. ആ കുട്ടി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിച്ചു. എന്നിട്ട് ഒരു കുഴപ്പമില്ല, ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയ കുട്ടി നേരെ അവനെയും കൂട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോ അതിന്റെ കാരണം കൃത്യമായിട്ടും ഈ ഒരു മനഃശാസ്ത്രപരമായ സമീപനം, അതൊന്ന്. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ രഹസ്യ ഭാഗങ്ങളിൽ പച്ച കുത്തുന്നത് പോലെയുള്ള രണ്ടാമത്തെ കാര്യം. 3 മയക്കുമരുന്ന്. ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് പ്രയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പോലീസ് സംവിധാനങ്ങൾ നിസ്സഹായരാകുന്നു, കോടതി നിസ്സഹായരാകുന്നു. ഭരണകൂടം കൃത്യമായിട്ടും ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളുടെ സംഘടിത വോട്ട് ബാങ്കിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയത് കൊണ്ട് ഭരണകൂടം എപ്പോഴും ഇസ്ലാമിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർഭയമായ 18 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടി നിർഭയമായ സ്റ്റാൻഡിലായിരിക്കും നിൽക്കുക. 2 രീതിയിൽ നിൽക്കും. ഒന്ന്, രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സ്വന്തം വീട്ടുകാര് ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് കണ്ടാൽ അവർക്ക് കീഴടങ്ങിയതായിട്ട് അഭിനയിച്ചുകൊണ്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കും. അപ്പോ വീട്ടുകാർ ഓർക്കും രക്ഷപ്പെട്ടല്ലോ, ഒരു കുഴപ്പമില്ല, എന്നാൽ ഇനിയിപ്പോ അവളൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. പുറത്തിറങ്ങുന്ന ആദ്യത്തെ ചാൻസിൽ തന്നെ പോകും.
ഒരു കുട്ടി, ഞാൻ ആ സ്ഥലപ്പേര് പറയുന്നില്ല, ഇതുപോലെ കീഴടങ്ങി എല്ലാം അംഗീകരിച്ചു വീട്ടിൽ വന്നു. ഇനി പഠിച്ചുകൊണ്ടിരുന്ന പരീക്ഷ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് പഠിക്കുന്നു. അമ്മ കാവലിരിക്കുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. 2-ാമത്തെ ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം 3 മണി ആയപ്പോ അമ്മ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ട് മോളെ, എന്നാ നീ എപ്പോഴാന്ന് വെച്ചാൽ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി കിടക്കുന്നു. 15 മിനിറ്റിനകം ഈ പെൺകുട്ടി പുറകിലത്തെ വാതിൽ തുറന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നു. ബൈക്ക് അവിടെ വന്നു കഴിഞ്ഞു അപ്പോഴേക്കും. ഇത്ര വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആസൂത്രണമാണ് ഇതിന്റെ പിന്നിലുള്ളത്. കാരണം ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് പുറത്തേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകും. ഏത് രാജ്യങ്ങളിൽ ഏതെവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ഗൂഢാലോചനയാണ്. എന്റെ ഒരു അഭിപ്രായം ഇത്രയാണ്. ലവ് ജിഹാദിന് വേണ്ടി സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും നിയമനിർമ്മാണം ഉണ്ടായേ പറ്റൂ. ആ നിയമനിർമ്മാണത്തിൽ ഓരോ പെൺകുട്ടിയും വിവാഹം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ പോലും വ്യവസ്ഥ വേണം. കാരണം വിവാഹം ചെയ്തു, ആ കുട്ടിയെ ഉപേക്ഷിക്കുന്നു, അടുത്ത വിവാഹത്തിന് വേണ്ടി അവൻ പോകുന്നു. അങ്ങനെ 2, 3, 4 തവണ വിവാഹം കഴിക്കും തോറും ഇവൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി കൃത്യമായിട്ടും ഡിസൈൻ ചെയ്തു വെച്ചിട്ടാണ് അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം രാജ്യങ്ങളുടെ നിയമങ്ങളും അതിർത്തികളും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല, അള്ളാഹുവിന്റെ രാജ്യത്ത് എത്താൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. ഇതിവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിനും ഇതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ പറയും. ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ ഈ പറയുന്ന ചർച്ച കേൾക്കുന്നവരോ നമ്മുടെ ആശയങ്ങളോട് യോജിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇത് തള്ളിപ്പറയാത്തത്? ഇസ്ലാമിക സമൂഹത്തിൽ നിഷ്പക്ഷരുണ്ടെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിൽ നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർ ലവ് ജിഹാദിനെ തള്ളിപ്പറയാൻ മുന്നോട്ട് വരണ്ടേ? എന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ടൊരു ഇസ്ലാം മന്ത്രി, ഇസ്ലാം MLA, ഇസ്ലാം MP, ഇസ്ലാം പഞ്ചായത്ത് മെമ്പർ ഇതിനെതിരെ ഇസ്ലാമിന്റെ പേരിൽ ഇത് നടക്കുന്നത് ശരിയല്ല, ഈ പറയുന്ന ലവ് ജിഹാദിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ? അപ്പോൾ പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പാർട്ടി ലീഗ് ആണെങ്കിലും SDPI ആണെങ്കിലും ഒരൊറ്റ അജണ്ട ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ ആ സ്റ്റാൻഡിൽ നിന്ന്? ഇത് മുസ്ലിമിനെ തിരുത്തിയിട്ടോ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള പ്രതിപ്രവർത്തനം രാഷ്ട്രീയ രംഗത്ത്, വോട്ട് ബാങ്കിന്റെ രംഗത്ത്, പൊതുരംഗത്ത് ശക്തമായി പ്രകടിപ്പിക്കാൻ ഇതിന്റെ ഇരകളായി തീരുന്ന അമുസ്ലിങ്ങൾ, അത് ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ശക്തമായി രംഗത്ത് വന്നേ പറ്റൂ. നേരത്തെ ജോർജ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് സംഘടനാപരമായി ദുർബലമായിരിക്കുന്ന സമൂഹങ്ങളാണ്. ഇപ്പോ ഹിന്ദുവിലാണെങ്കിൽ ബ്രാഹ്മണ വിഭാഗം സംഘടനാപരമായി ദുർബലരാണ്. നായർ വിഭാഗം സംഘടന ഉണ്ടെന്നേ ഉള്ളൂ, സംഘടനയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ദുർബലമാണ്. എന്നാൽ ഈഴവ സമൂഹത്തിൽ നിന്ന് അത്ര പോകുന്നില്ല. കാരണം SNDPയുടെ അടിത്തട്ടിലുള്ള സംഘടന കുറെ കൂടെ ശക്തമാണ്. പോകുന്നില്ലെന്നല്ല, പോകുന്നുണ്ട്, എങ്കിലും താരതമ്യേന ജനസംഖ്യാനുപാതികമായിട്ട് കുറവാണ്. അപ്പോൾ ഇത് ഓരോ വിഭാഗത്തിലും നോക്കിയാൽ മനസ്സിലാവും. എനിക്കറിയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള മതപരിവർത്തനത്തിന് മുമ്പ് നടക്കുന്ന മനപരിവർത്തനം ഉണ്ട്. ഇതിന് മനഃശാസ്ത്രപരമായ സമീപനമുണ്ട്. ഇതിന് വൻതോതിലുള്ള ഫണ്ടിംഗ് ഉണ്ട്. ഇതിന് വൻതോതിലുള്ള ഇടതു വലതു മുന്നണികളുടെ ശക്തമായ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ നിശബ്ദമായിട്ടുള്ള സമ്മതമുണ്ട്. ബുദ്ധിജീവികൾ, പത്രപ്രവർത്തകർ, സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറയുന്നവരെ ഈ ഭീകരവാദികൾ നല്ലവണ്ണം കാശ് കൊടുത്ത് കയ്യിലെടുത്തിട്ടുണ്ട്. മാധ്യമങ്ങൾ മുഴുവൻ ഇവരുടെ കോടിക്കണക്കിന് രൂപ മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. കാരണം ലവ് ജിഹാദിനെതിരെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ കോടികൾ കിട്ടുന്ന പരസ്യം കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പേടിച്ച് നിന്നാൽ നമ്മൾ ഇല്ലാതാകുമെന്നുള്ള ബോധം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇരകൾ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ഇതിന്റെ അവസാനം ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം.